ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയ എൻ്റെ ബർത്ത്ഡേൻ്റെ ചെറിയ വിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിട്ടൊന്നും അതിൽ പറയാനൊന്നുമില്ല. വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊരു കേക്ക് കട്ടിംഗ് ഉണ്ട്. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവർ കഴിച്ചു നോക്കുക. നമ്മളെ ബേക്ക് മാർട്ടിലുള്ള കിഫായ എന്ന് പറഞ്ഞ കേക്കാണ്. അതാണ് അധികവും ഞങ്ങൾ വാങ്ങാറ്. മക്കൾക്കും ഞങ്ങൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു കേക്കാണ്. അധികം നമ്മൾ സാധാ വാങ്ങുന്ന പോലത്തെ ക്രീമി ആയിട്ടുള്ളൊരു കേക്കല്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഡിന്നറിന് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ABSലാണ് ഫുഡ് ഡിന്നറിന് വേണ്ടി പോയത്. അപ്പോൾ നമ്മളവിടെ ഇടയ്ക്കൊക്കെ പോകുന്നതാണ്. പിന്നെ 4-5 തവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത സമയത്തൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ പോകുന്നത്. എനിക്കിഷ്ടമാണ് അവിടെ പോകാൻ. എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാവാം ഇന്ന് ഡിന്നറിന് അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്ര പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേൻ്റെ അന്നത്തെ ദിവസം ആ ബർത്ത്ഡേ ഉള്ള ആൾക്ക് അവർ ഫ്രീ ആണ്. അതുകൊണ്ട് പോയതല്ല. പക്ഷേ നല്ല രസമാണ് അവിടുന്ന് ഫുഡ് കഴിക്കാൻ. പ്രത്യേകിച്ച് ബർത്ത്ഡേൻ്റെ അന്ന് പോകുന്ന സമയത്ത് തന്നെ നല്ല രസമാണ്. അപ്പോൾ നല്ല നല്ല ഫുഡാണ്. വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട്. നമ്മൾ ഓരോ ടൈമിൽ പോകുന്ന സമയത്തും ഓരോന്നായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യല്. എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്കേ പറ്റുള്ളൂ. എനിക്കൊന്നും അത്ര കപ്പാസിറ്റി ഇല്ല ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഓരോ ടൈമിൽ ഓരോന്നാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കൽ. അപ്പോൾ ഇത് ഫുഡിൻ്റെ സെക്ഷനാണ്. സൂപ്പ് 2 തരം സൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫുഡും ഒന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും വന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഫുഡൊന്നും അത്ര അവർ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ഉണ്ട്. അല്ലാണ്ട് എല്ലാവരും കഴിച്ചു തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ ഫുഡിൻ്റെ സംഭവങ്ങൾ തന്നെ കാണിക്കുന്നത്. അവർ സ്പെഷ്യലായിട്ടുള്ള പല ഡിഷസും ഉണ്ട്. ഇതൊക്കെ മെയിൻ കോഴ്സിൽ പെടുന്നതാണേ. പേര് നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. ബിരിയാണി, ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇത് സാലഡിൻ്റെ സെക്ഷനാണ്. എല്ലാം ഫ്രഷായിട്ട് നല്ല ഒരുപാട് വെറൈറ്റി സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഒന്നും നമുക്ക് ഒരിക്കലും കഴിക്കാൻ കഴിയില്ല. പക്ഷെ നല്ല ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാം കേട്ടോ. എന്നെപ്പോലെ കുറച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് എന്താ പറയുക പക്ഷെ പിന്നെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. എത്ര ടൈം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ എത്ര മണിക്കൂർ എന്നൊന്നുമില്ല. ഇത് ചിക്കൻ ദം ബിരിയാണി. ഇത് കണ്ടോ, എല്ലാം അതിൻ്റെ മുകളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാം കഴിക്കാമെന്ന്. പക്ഷെ ഞാൻ അവിടുത്തെ എല്ലാ ഡിഷസും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കുന്നു. ഓരോ പ്രാവശ്യമായിട്ട് പോകുമ്പോൾ ടേസ്റ്റ് ചെയ്തു. ഒരു പ്രാവശ്യം തന്നെ എല്ലാം കഴിക്കാമെന്നല്ല, ഓരോ പ്രാവശ്യം പോകും. പക്ഷെ എല്ലാം കഴിക്കുന്നവർക്ക് കഴിക്കാം. നൂഡിൽസ് മക്കളെ ഫേവറേറ്റ് ആണ്. അക്കും അതൊക്കെ കഴിക്കണം. ടേസ്റ്റ് ഉണ്ടായിരുന്നു നൂഡിൽസ്. എനിക്കും ചെറുതായിട്ട് ഇഷ്ടമാണ് നൂഡിൽസ്. പുറത്തുനിന്ന് കഴിക്കാനുള്ള നൂഡിൽസ് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഒന്നും കഴിക്കില്ല. ഞാൻ കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും ഒന്നും കൊടുക്കില്ല. മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കാറുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രാബിൻ്റെ മസാല ആയിരുന്നു, നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ നാനും ക്രാബ് മസാലയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഞാനിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അധികം ഇതുപോലെ ഫിഷിൻ്റെ ഐറ്റംസ് ആണ് കഴിക്കാൻ ഇഷ്ടപ്പെടാറ്. ഇത് ലൈവ് കുക്കിംഗ് ആണ്, ലൈവ് ആയിട്ട് കുക്ക് ചെയ്യുന്നൊരു കൗണ്ടറാണ്. നമുക്കിതിൽ ഏതാ സെലക്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ ലൈവായിട്ട് നമ്മളെടുത്ത് കുക്ക് ചെയ്തിട്ട് കൊണ്ടുതരും. അങ്ങനത്തെ ഒരു ഇതിപ്പോൾ ഓരോരുത്തർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്, ഏത് സോസാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് അവരടുത്ത് പറഞ്ഞാൽ അവരത് ലൈവായിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി, സൂപ്പിൽ നിന്ന് തുടങ്ങി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പിന്നെ നമ്മൾ മുന്നിൽ വെച്ചിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഹാഫ് കുക്കായിട്ട് കൊണ്ടുതരും, പിന്നെ അത് അവിടെ വെച്ചിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് അങ്ങനെ തരുന്നതാണ്. ഞങ്ങൾ ബട്ടർ നാനാണ് പിന്നെ ഓർഡർ ചെയ്തത്. അക്കു എന്തെല്ലോ എടുത്ത് കഴിക്കുന്നുണ്ട്, മൂപ്പർക്ക് ഇഷ്ടമുള്ളതൊക്കെ മൂപ്പര് എടുക്കുന്നുണ്ട്. ഇക്കൊക്കെ പൊതുവേ മെയിൻ കോഴ്സ് കുറച്ചിട്ട് സ്വീറ്റ്സ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടപ്പെടാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാനിപ്പൂരി ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഒരു പാനിപ്പൂരി ഞാൻ അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ ഉണ്ടാക്കി തരിക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിൽ എൻ്റെ പാനിപ്പൂരി കയ്യിൽ സോക്കായി പോയി. വീഡിയോ ഇക്കൊക്കെ പറയുന്നത് നീ ആദ്യം കഴിക്കുക എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. വീഡിയോ കാണുന്ന സമയത്ത് തന്നെ അക്കുവിൻ്റെ പോസ് സ്ഥിരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഫിഷ് ഗ്രില്ലാവുണ്ടാവും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അത് റെഡിലും ഗ്രീനിലും ഉണ്ടാവലുണ്ട് മസാല. ഹമൂറാണ് ഫിഷ്, നല്ല ടേസ്റ്റ് ആയിരുന്നു ഫിഷ്. ഞാൻ അധികം അവിടുന്ന് ചിക്കൻ ഗ്രില്ല്, ഫിഷ് ഗ്രില്ല് അത് 2 ടൈപ്പ് ഉണ്ട്, ഗ്രീനും പിന്നെ റെഡും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ അധികം ഫിഷാണ് കഴിക്കൽ, പ്രോൺസ്. ഇതിപ്പോൾ തീരുന്നതനുസരിച്ചിട്ട് അവരിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കും. നമ്മൾ പറഞ്ഞാൽ മതി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ അവരത് ഫില്ല് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇത് പൊട്ടറ്റോ ആണ്. ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ അവിടെ കഴിക്കുന്നതിൽ. ഇത് ഫ്രൈഡ് കോണാണ് ഇപ്പോൾ അവർ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. അവിടെ പോയി കഴിക്കേണ്ടതിൽ ഒരു ഐറ്റം ഇതാണ്, ഈ ഒരു ഫ്രൈഡ് കോൺ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊട്ടറ്റോൻ്റെ സംഭവം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നല്ല ടേസ്റ്റാണ്. അത് പിന്നെയും കഴിക്കാൻ തോന്നും. ഞാൻ കൂടുതൽ കഴിക്കുക ഈ ഫ്രൈഡ് കോൺ, ഈ പൊട്ടറ്റോൻ്റെ സംഭവം. ഇത് ക്രാബും ഞാൻ പറഞ്ഞില്ലേ ബട്ടർ നാനും നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷൻ. ക്രാബിൻ്റെ മസാല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് നൂഡിൽസും എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ പുറത്തുനിന്ന് നൂഡിൽസ് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അക്കു അസിയും പിന്നെ മെയിൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഡെസേർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. Ice cream chocolate. നോക്കട്ടെ. ഇതിൽ ഗുലാം ജാം നല്ല രസമുണ്ട്. സ്മോൾ ബോൾസാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ലൈവായിട്ട് നമ്മൾ വാട്ടർ മെലോൺ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. സ്റ്റിക്കിൻ്റെ മുകളിൽ പിന്നെ ചെയ്തിട്ട് വാട്ടർ മെലോൺ ഫ്രൈ ചെയ്ത് തരാണ് കേട്ടോ. ഇതാണ് സംഭവം.
ഇത് വീണ്ടും ഫിഷാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികവും ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വാട്ടർമെലോൺ ഗ്രില്ല് ചെയ്തതുണ്ട്. വാട്ടർമെലോൺ ഗ്രില്ല് ചെയ്ത് കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തത് കൊണ്ടുതരും അവർ. അതിൽ ചാറ്റ് മസാലയും കുറച്ച് സോസൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. അത് നമ്മൾ പറഞ്ഞാൽ നല്ല ഇത്തിരി ചൂടോടുകൂടി തന്നെ അവർ സെർവ് ചെയ്ത് കണ്ടോ, നല്ല ടേസ്റ്റ്. അത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റ്. അവിടെ പോയാൽ ട്രൈ ചെയ്യേണ്ട സംഭവങ്ങളിൽ ഒന്നാണ് ഈ വാട്ടർമെലോൺ ഗ്രില്ല് ചെയ്ത് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തത്. ഇതൊക്കെയാണ് എൻ്റെ പിന്നെ ഞാൻ വാങ്ങി കഴിക്കുന്ന ഐറ്റംസ്. ഒരുവിധമൊക്കെ കഴിച്ച് ഞാൻ ക്ഷീണത്തിലാണ്. മക്കൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ സ്വീറ്റ്സ് ചെറുതായിട്ടൊക്കെ അടുത്ത് നിന്നും ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് നോക്കുകയാണ്. ഗുലാബ് ജാമുൻ ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്. നല്ല സ്മോൾ ബോൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് കുക്കാവാത്തത് പോലെയോ എന്തോ ഭയങ്കര ഹാർഡായ പോലെയൊക്കെ തോന്നാറുണ്ട് നമുക്ക്. പക്ഷേ ഇതങ്ങനെയില്ല. അക്കു കഴിച്ച് ലാസ്റ്റ് പോപ്കോണിലെത്തിയിട്ടുണ്ട്. അക്കു പോപ്കോണൊക്കെ കഴിക്കുക, പിന്നെ അതിലെന്തൊക്കെയോ ഒഴിച്ച് കളിക്കുന്നുണ്ട്. മൂപ്പർക്ക് വേണ്ട പണികളൊക്കെ മൂപ്പർ ഒപ്പിക്കുന്നുണ്ട്. Congratulations and celebration. Wish you a very, very happy birthday. Wish you a very, very happy birthday. Happy birthday to you. Happy birthday to you. Happy birthday to dear. Happy birthday to you. ബർത്ത്ഡേക്ക് ഒരു കേക്കും അവരെ കോംപ്ലിമെൻ്ററി ആണ്. ഇവർ സ്പ്രൈറ്റ് ഒഴിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അവർ കയ്യിൽ പിടിച്ചത് കാണുന്നതിന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇത് കഴിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ ബർത്ത്ഡേ ഒക്കെ ഉള്ള സമയത്ത് ഫ്രീ ആണ്, നമ്മളെ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ റിട്ടേൺ വീട്ടിലെത്തി. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയും വ്ളോഗും ആയിട്ടൊക്കെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.